ഇന്നലത്തെ യാത്രാക്ഷീണവും പനിയുടെ തളർച്ചയും തൊണ്ടവേദനയും ഇന്നിനി രാവിലെ എന്തോ ഉണ്ടാക്കുമെന്നുള്ള ടെൻഷനും പിന്നെ മോക്കാണെങ്കിൽ 10:30 ഡാൻസ് ക്ലാസ്. വേഗം വന്ന് എന്താണ്ടൊക്കെയോ ചടപടാന്ന് ഉണ്ടാക്കാൻ തുടങ്ങി. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് കുറച്ച് നത്തലുണ്ടായിരുന്നു. അതെടുത്തുകൊണ്ട് വന്ന് കണ്ടിച്ച് വറുത്തെടുത്ത്, എന്നിട്ട് നേരെ പോയി കുറച്ച് തേങ്ങയും തിരുമ്മിയെടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഒരു ചമ്മന്തിപ്പൊടിയും ഉണ്ടാക്കി. കോവയിൽ ചെന്ന് നോക്കിയപ്പോൾ 3-4-5 കോവയ്ക്ക ഉണ്ടായിരുന്നു. അതെടുത്ത് മെഴുക്ക് പുരട്ടാനിരുന്ന്. ഇന്നലെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞ്, നീ എല്ലാ ദിവസവും വീഡിയോ ഇടുമോ? ഞാൻ പറഞ്ഞു പറ്റുന്ന ദിവസമൊക്കെ ഇടാറുണ്ട്. അന്നേരം എന്നോട് പറഞ്ഞു, ഇനി ഇടുമ്പോൾ കോവയ്ക്കാത്തോര ഇടരുത്, കോവയ്ക്കാത്തോര നീളത്തിലും വട്ടത്തിലും അരിഞ്ഞ് വേവിക്കുന്ന കണ്ട് മടുത്തെന്ന് പറഞ്ഞു. അത് ഞാൻ ആലോചിച്ചപ്പോൾ അതാ ശരി, എല്ലാ ദിവസവും കോവയ്ക്കാത്തോരന. എന്തോ ചെയ്യാനാ, ഇവിടെ മോൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. പിന്നെ വേറൊരാൾക്ക് അപ്പുറത്തെ വീട്ടിൽ കൊടുക്കാമെന്ന് വെച്ചാൽ അതിന് വേണ്ടി കോവയ്ക്കൊന്നുമില്ല, വെറും 7-8 അത്രയൊക്കെ ഉള്ളു, അതിൽ കൂടുതലൊന്നുമില്ല. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ആകുമ്പോൾ ജസ്റ്റ് രാവിലെ ചോറുണ്ടാനോ അല്ലെങ്കിൽ വൈകുന്നേരത്തേക്കോ ഉള്ളൊരു തോരനാവും. അതുകൊണ്ട് പിന്നെ ഞാൻ അതങ്ങ് തട്ടിക്കൂട്ടി ആക്കുകയും ചെയ്യും, ആൾ കഴിക്കുകയും ചെയ്യും. വലിയ പാടൊന്നും ഇല്ലാത്തതുകൊണ്ട് കോവയ്ക്കാത്തോരൻ റെഡി. പിന്നെ ആളെ നേരെ ഡാൻസിന് കൊണ്ടുപോയി. சொல்லி நடக்க முடியுமா, அது புரியுமா? சின்ன கண்ணன் சின்ன கண்ணன் சின்ன கண்ணன் என்ன செய்த தெரியுமா? அவன் செய்த லீலை சொல்லி நடக்க முடியுமா, புரியுமா? சின்ன கண்ணன் என்ன செய்த தெரியுமா? அவன் செய்த லீலை சொல்லி நடக்க முடியுமா, புரியுமா? சின்ன கண்ணன் என்ன செய்த தெரியுமா? வண்ணபாலில் நஞ்சு மூட்டி வதிக்க வந்த பூதகி. வண்ணபாலில் நஞ்சு மூட்டி வதிக்க வந்த பூதகியின் எண்ணம் யாவும் அறிந்து கொண்டு அன்னவள் தன் உயிர் குடிக்க. வண்ணபாலில் நஞ்சு மூட்டி வதிக்க வந்த பூதகியின் எண்ணம் யாவும் அறிந்து கொண்டு அன்னவள் தன் உயிர் குடிக்க. தாம் ததீம் தஜனு தீம் ததீம் தாம் ததீம் தஜனு தீம் ததீம். ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കും 12:30 നേരെ വന്ന് കുഞ്ഞിന് ചോറ് കൊടുത്ത്. നല്ല നെത്തൽ വറുത്തതും കോവയ്ക്കാത്തോരനും പിന്നെ ചമ്മന്തിപ്പൊടിയും നെല്ലിക്കാച്ചാറും ഉണ്ടായിരുന്നു. ആൾക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ആളെന്നോട് എന്താണ്ടൊക്കെയോ പറയുന്നുണ്ട്, വീഡിയോ എടുക്കുകയെന്നൊക്കെ. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ദാണ്ടടാ അനിയനും മക്കളും വൈഫും എല്ലാവരും ഇവിടെ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.